MGSന്റെ നേതൃത്വത്തിലുള്ള സമരവും രാഘവൻ MP എന്ന ജനപ്രതിനിധിയുടെ പ്രവർത്തനവുമാണ് ഈ പദ്ധതിക്ക് രൂപം വന്നതും അതിനുവേണ്ടിയുള്ള നടപടികൾ പൂർത്തീകരിച്ചത്. എന്നാൽ ഇപ്പോഴത് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. കാലാകാലങ്ങളായി കോഴിക്കോട്ടുകാർ കേൾക്കുന്ന മാനാഞ്ചിറ വെള്ളുമാട് കുന്ന് റോഡെന്ന് മാനാഞ്ചിറ മലാപ്പുറം റോഡാക്കി മാറ്റിയിരിക്കുന്നു. ഇതിന്റെ സ്ഥലമെടുപ്പൊക്കെ ഏതോ കാലം കഴിഞ്ഞതാണ്. ഈ DCC ഓഫീസിന് പോലും 3/4 സെന്റ് സ്ഥലം ഞങ്ങൾക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്ഥലമെടുപ്പും ആ സ്ഥലമെടുപ്പിന്റെ നഷ്ടപരിഹാരങ്ങളൊക്കെ നടന്ന് പദ്ധതിയുടെ തുടക്കഘട്ടത്തിലാണ് ഇപ്പോൾ മാനാഞ്ചിറ മലാപ്പുറം റോഡായി മാറ്റി എന്ന് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് അറിയേണ്ട രണ്ടു കാര്യം: ഈ പദ്ധതി എപ്പോഴാണ് വെട്ടിക്കുറച്ചത്, ഏത് അതോറിറ്റിയാണ് കുറച്ചത്? ഇപ്പോൾ പറയുന്നു ദേശീയപാത അതോറിറ്റിയാണ് നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നത്. ദേശീയപാത അതോറിറ്റി ഏത് വിജ്ഞാപനത്തിലൂടെയാണ് ഈ നിർമ്മാണം ഏറ്റെടുത്തത്? എപ്പോഴാണ് അതിന്റെ ചർച്ച നടന്നത്? എപ്പോഴാണ് ദേശീയപാത അതോറിറ്റി ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തത്? ഇതെല്ലാം അറിയാൻ കോഴിക്കോട്ട് ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. മാത്രമല്ല, ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പദ്ധതി പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ടു എന്നാണ്. ആ അട്ടിമറിക്കപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ സംസ്ഥാനത്തെ പൊതുമരാമത്ത് മന്ത്രിയായ റിയാസിനാണ്. അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. മാത്രമല്ല, ഇതിന്റെ ഒരു ഉദ്ഘാടന നിർമ്മാണ ചടങ്ങിലേക്ക് അതിന് ക്ഷണക്കത്തുകൾ കിട്ടിയിട്ടുണ്ടാവും. അതിൽ മന്ത്രിയുണ്ട്, മേയറുണ്ട്, MLA ഉണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്. പക്ഷെ സ്ഥലം MP ഇല്ല. MK രാഘവൻ MPയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. ഇപ്പോൾ അവർ പറയുന്നു ദേശീയപാത അതോറിറ്റിയാണ് നടത്തുന്നത്. അതിന് ഇതുവരെ ആ ദേശീയപാത അതോറിറ്റി എപ്പോഴാണ് ഏറ്റെടുത്തതെന്ന് ആ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ നിൽക്കട്ടെ. ഇനി ആര് നടത്തിയാലും കോഴിക്കോട്ടെ MPക്ക് എന്താണ് ഈ പരിപാടിയിൽ അയിത്തം കൽപ്പിക്കാനുള്ള കാരണം? മന്ത്രി റിയാസ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ, കേരള സർക്കാർ മുൻകൈ എടുത്ത ചടങ്ങിൽ എപ്പോഴും സ്ഥലം MPമാരെ മുഖ്യ അതിഥികളായി വിളിക്കുന്നൊരു പ്രോട്ടോകോൾ നിലനിൽക്കുന്ന സംസ്ഥാനത്ത് ഈ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ MK രാഘവൻ അയിത്തം കൽപ്പിച്ചതാരാണ്? ഇതൊരു മൂന്നാം കിട രാഷ്ട്രീയ കളിയാണ്. അത് മാത്രവുമല്ല, ഇതിനു വേണ്ടിയത് മാത്രമല്ല, കോഴിക്കോട്ടെ നിരവധിയായ വികസന പ്രവർത്തനങ്ങളിൽ തൻ്റെതായ പങ്ക് വഹിച്ച് വികസനത്തിന്റെ വലിയൊരു പാത തന്നെ കോഴിക്കോട്ട് വെട്ടിത്തുറക്കുന്നതിന് നേതൃത്വം കൊടുത്ത ജനപ്രതിനിധിയാണ് MK രാഘവൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ MK രാഘവനെ പരിപാടിയിൽ ക്ഷണിച്ചിട്ടില്ല. MK രാഘവനെ ക്ഷണിക്കാത്തതോടുകൂടി കേരള സർക്കാരും വിശിഷ്ട പൊതുമരാമത്ത് തരംതാണ രാഷ്ട്രീയ കളിക്കാണ്. ഞങ്ങൾ രണ്ട് കാര്യത്തിൽ ഇതിൽ പ്രതിഷേധിക്കുകയാണ്. ഒന്ന്, ഈ നിർമ്മാണം മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് പദ്ധതി മാനാഞ്ചിറ മലാപ്പുറം വഴി വെട്ടിക്കുറച്ചത് ആരാണ്, എന്താണ് ഇതിന്റെ വിശദവിവരം പൂർണ്ണമായി പുറത്തു വരണം. അതിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ള പ്രതിഷേധവും പ്രിയപ്പെട്ട MPയെ ഈ ചടങ്ങിൽ നിന്ന് മാറ്റുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടും കോൺഗ്രസ് ഈ ചടങ്ങ് ബഹിഷ്കരിക്കും. അത് ജനത്തോട് പറയാനുള്ള ബാധ്യത സർക്കാരിന് പൊതുമരാമത്ത് വകുപ്പിനില്ലേ? ആ ഉത്തരവാദിത്വം പൊതുമരാമത്ത് വകുപ്പിന് എടുക്കണം. കോഴിക്കോട്ടുകാരനാണ് പൊതുമരാമത്ത് മന്ത്രി, അദ്ദേഹം തീർച്ചയായിട്ടും എടുക്കണം. ഇതിൽ എന്തോ ഒരു അട്ടിമറി, എന്തോ ഒരു ഗൂഢോദ്ദേശമുണ്ട്. അത് പുറത്തു വരണം. ഞങ്ങൾ സംശയിക്കുന്നതിന് പലതുമുണ്ട്. കാരണം രണ്ട് സ്കെച്ച്, ചില പ്രവൃത്തികൾ കുറെ കാലങ്ങളായി പൊതുമരാമത്ത് വകുപ്പിലും CPM എന്ന നിയന്ത്രണത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ടെൻഡർ ഇല്ലാതെ ഡയറക്റ്റ് എക്സിക്യൂഷനിൽ പ്രവൃത്തി കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് എക്സിക്യൂഷനിൽ പ്രവൃത്തി കൊടുക്കുന്നത് പലപ്പോഴും സൊസൈറ്റികൾക്കാണ്. സൊസൈറ്റികൾ നല്ല സൊസൈറ്റികൾ കൊടുക്കാറുണ്ട്, കടലാസ് സൊസൈറ്റി കൊടുക്കാറുണ്ട്. സൊസൈറ്റികൾക്ക് പ്രവൃത്തി കൊടുക്കുമ്പോൾ നിശ്ചിത തുകയിനേക്കാൾ, എസ്റ്റിമേറ്റിനേക്കാൾ 10% കൂടുതൽ കൊടുക്കാവുന്ന വകുപ്പുണ്ട്. ആ തുക പലപ്പോഴും ഇടനിലക്കാരായ പാർട്ടിക്കാർക്ക് ലഭിക്കാറുണ്ട് എന്ന് ഒരു കാര്യം വളരെ സ്പഷ്ടമായ ഒരു സത്യമായി പല പദ്ധതിയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഉദ്ദേശം ഇതിലുമുണ്ടോ സംശയിക്കുന്നു.
ഇനി ഏതായാലും ജനങ്ങളുടെയും നാട്ടുകാരുടെയും സംശയം ദൂരീകരിക്കപ്പെടണം. പദ്ധതി പൂർണ്ണമായും മാനാഞ്ചിറ മുതൽ വെള്ളിമാട് കൊണ്ടുവരാവണം. എം പിയെ ക്ഷണിക്കാത്തതിന് പരസ്യമായി മാപ്പ് പറയാൻ സർക്കാരും പൊതുമോഹത്ത് തയ്യാറാണ്. അല്ലെങ്കിൽ എന്തിനാണ് എം പിക്ക് അയിത്തം കത്ത് പറഞ്ഞതാണ്. മൂന്നാമത്, നേരത്തെ പ്രഖ്യാപിച്ച പോലെ തന്നെ ഇത് മാനാഞ്ചിറ വെള്ളിമാട് റോഡായി തന്നെ പ്രവൃത്തി ആരംഭിക്കുകയും പൂർത്തീകരിക്കപ്പെടുന്ന റോഡിന് പ്രൊഫസർ MGS നാരായണന്റെ പേരിലാണ്. വളരെ കാത്തിരിക്കുന്ന ഈ പദ്ധതി എന്തെങ്കിലും ഭേദഗതിയോ മാറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് നേരത്തെ പ്രഖ്യാപിക്കാതെ ഇങ്ങനെ തുടക്കം കുറിക്കുന്നതിൽ എന്തൊരു ഔചിത്യമാണത്. അത് തുറന്നു പറയാത്തിടത്തോളം കാലം, നേരത്തെ പ്രഖ്യാപിച്ച കാലം ജനങ്ങൾ ഉന്നയിക്കുന്ന ഓരോ സംശയവും ഈ സർക്കാരിനെതിരെ വരട്ടുള്ളവരെ ചുമതല.